സൗദിയിൽ നടപ്പാക്കിയിട്ടുള്ള സ്വദേശീവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ആശങ്ക അറിയിക്കുന്നതിനായുള്ള ഇന്ത്യൻ ഉന്നതതല സംഘം ഇന്നലെ രാത്രിയോടെയാണ് ജിദ്ദയിലെത്തിയത്. കേന്ദ്ര പ്രവാസികാര്യ വകുപ്പ് മന്ത്രി വയലാർ രവി, വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സൗദി തൊഴിൽ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി എത്തിയിട്ടുള്ളത്. ഇന്ത്യയുമായുള്ള സൗദിയുടെ ഊഷ്മള സൗഹൃദ ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി ശ്രമിക്കുമെന്നാണ് ഇന്ത്യൻ ഉന്നതതല സംഘം ജിദ്ദ വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയായിരിക്കും സൗദി തൊഴിൽ മന്ത്രി ആദിൽ ഫഖിയുമായുള്ള ചർച്ചകൾ ആരംഭിക്കുക. ജിദ്ദ പാലസിൽ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ച ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുമെന്നാണ് അറിയുന്നത്. ഇതിനുശേഷം മന്ത്രിതല സംഘം ഇന്ത്യൻ കോൺസുലേറ്റിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കാണുകയും ചർച്ചയിലെ വിശദാംശങ്ങൾ അറിയിക്കുകയും ചെയ്യും. തുടർന്ന് രാത്രിയോടെ കേന്ദ്ര പ്രവാസികാര്യ വകുപ്പ് മന്ത്രി വയലാർ രവി റിയാദിലേക്ക് പോകും. റിയാദിൽ വെച്ച് സൽമാൻ രാജകുമാരനെ കാണാനും പ്രവാസി പ്രശ്നം അവതരിപ്പിക്കാൻ എംബസി വൃത്തങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇതേക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. ഇന്ത്യൻ പ്രവാസി സമൂഹവുമായുള്ള മുഖാമുഖവും തൊഴിൽ മന്ത്രിയുമായുള്ള വിശദാംശങ്ങൾ അറിയിക്കുന്നതിനായുള്ള പരിപാടികളും റിയാദ് എംബസി വൃത്തങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. ഇന്നലെ രാത്രി മന്ത്രിതല സംഘം ജിദ്ദയിലെ പ്രമുഖ സംഘടനാ പ്രവർത്തകരുമായും എംബസി വൃത്തങ്ങളുമായും ചർച്ചയും നടത്തിയിരുന്നു. സ്വദേശീവൽക്കരണത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും തൊഴിൽ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അവതരിപ്പിക്കേണ്ട വിഷയങ്ങളിൽ തീരുമാനമുണ്ടാക്കുന്നതിനും വേണ്ടിയായിരുന്നു ഈ ചർച്ച. സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവ് ജിദ്ദയിലുണ്ടെങ്കിലും ഇദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇന്ത്യൻ ഉന്നതതല സംഘത്തിന് അവസരം ലഭിക്കില്ല എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഏതായാലും നിതാഖാത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തോട് സൗദിയുടെ നിലപാട് എന്തായിരിക്കും എന്നത് ഇന്ന് നടക്കുന്ന ചർച്ചയിലൂടെ വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ പ്രവാസി സമൂഹം. ജിദ്ദയിൽ നിന്നും സുൽഫിക്കർ ഒത്തായിക്കൊപ്പം സുബൈറുദ്ദീനൂർ, ഇന്ത്യ വിഷൻ.